ഇന്ന് ഞാൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. ഒറ്റ രാത്രി കൊണ്ട് 2000 അടുത്തുള്ള ബ്രാഹ്മൺസിനെ കാണാണ്ടായ സ്ഥലമാണത്. ഈ ഭയാനകമായ സ്ഥലത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പോവാണ്. അങ്ങനെ ഇന്നത്തെ എന്റെ യാത്ര ഇന്ത്യയിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന സ്ഥലമായ കുൽദാരയിലേക്ക്. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടും ഏറ്റവും ആകാംക്ഷയായിട്ടും ഒരു വീഡിയോ ചെയ്യാൻ പോവാണ് കേട്ടോ. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ മൊബൈലിലോ ഗൂഗിളിലോ യൂട്യൂബിൽ എന്തിൽ വേണമെങ്കിലും അടിച്ചു നോക്കിക്കോ. ഇന്ത്യയിലെ പ്രേത നഗരം അല്ലെങ്കിൽ പ്രേതങ്ങളുള്ള സ്ഥലം അല്ലെങ്കിൽ അങ്ങനെ അടിച്ചു നോക്കിക്കോ കേട്ടോ. അതാ കാണുന്നത് കുൽദാര, ഒറ്റ ഓപ്ഷൻ ആയിരിക്കും കുൽദാര. അതായത് ഒരു രാത്രി കൊണ്ട് 2000 അടുത്തുള്ള ബ്രാഹ്മൺസ് ഒറ്റ രാത്രി കൊണ്ട് കാണാണ്ടായി. ആ സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇവിടെയുള്ള ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ഞാൻ ഇതിന് ചോദിച്ചപ്പോൾ പകൽ എങ്ങനെ വേണമെങ്കിലും പോവാം, രാത്രി ഒരിക്കലും അവിടേക്ക് കടക്കണ്ടെന്ന് പറഞ്ഞത്. ഞാൻ താമസിക്കുന്ന ജയ്സൽമീരിൽ നിന്ന് കുൽദാരയ്ക്ക് കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ബൈക്ക് റെൻറ്റിന് എടുത്തിട്ടാണ് കേട്ടോ പോണത്. 700 രൂപയാണ് ഈ ബൈക്കിന് റെൻറ്റിന് കൊടുത്തത്. ബൈക്ക് എടുത്ത് നമ്മൾ പെട്രോൾ അടിക്കണം കേട്ടോ. അങ്ങനെ പെട്രോൾ ഞാൻ അടിച്ചിട്ട് ഞാനിപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുൽദാരയിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് ഇതുപോലത്തെ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്, മുഖമൊക്കെ മറച്ചിട്ട്. ഇവിടുത്തെ ഒരുപാട് കുട്ടികൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഞാൻ യൂട്യൂബർ ആണോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ കയ്യിൽ സംസാരിക്കാൻ വരുന്നുണ്ട്. അതിൻ്റെ ആംഗ്യ ഭാഷയിലും ഇംഗ്ലീഷിലൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. ശേഷം രാജസ്ഥാനിലെ റോഡുകളിൽ കൂടെ ഞാൻ ബൈക്കിൽ ഇങ്ങനെ പോവുകയാണ്. കണ്ണത്തെ ദൂരത്ത് കാറ്റാടി യന്ത്രങ്ങളും വരണ്ട പാടങ്ങളും. അതിനിടയ്ക്ക് ഇതുപോലൊരു കടയിൽ നിർത്തിയിട്ട് അവിടേക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. ഇവിടെ തൊപ്പിയൊക്കെ ഇട്ട് ഒരാൾ പശുമയൊക്കെ കേട്ടോ, കാണാൻ തന്നെ നല്ല ഭംഗി. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് വെള്ളവും മിച്ചറൊക്കെ വാങ്ങുക കേട്ടോ. ചായ ഞാൻ വാങ്ങിയില്ല. ഇവിടെ ചായ വെക്കുന്നതാണോ അതോ ചായ ഇല്ലാണ്ടാണോ എന്ന് അറിയില്ല. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുടിക്കാൻ തോന്നിയില്ല. പിന്നീട് അവിടെ നിന്ന് കുൽദാര ലക്ഷ്യമാക്കി പോവുകയാണ്. ഒരുപാട് ദൂരം വന്നതിന് ശേഷം കുൽദാര എന്നുള്ളൊരു ബോർഡ് കണ്ടു ഉൾഗ്രാമത്തിലേക്ക് വന്നിട്ട്. ശേഷം ഇപ്പം ഞാൻ നടന്നിട്ട് കുൽദാര ഗ്രാമത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചുമരിൽ കുൽദാര വില്ലേജിലേക്ക് സ്വാഗതം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ശേഷം വേറെ വഴി ഉള്ളിലേക്ക് കടന്നതും ഒരു കല്ലിൽ ഒരു ആണിന്റെയും പെണ്ണിന്റെയും ചിത്രം കൊത്തിവെച്ചിരിക്കണോ, വേറെ ഒന്നും തന്നെ ഇല്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും ഒരു സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങി പോകണം. അത് കൂടെ ഞാനിപ്പോൾ പയ്യെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയാൻ. ഒറ്റയ്ക്ക് പോകുമ്പോൾ ശരിക്കും ഇതുപോലെ ഇറങ്ങി പോകാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടേക്ക് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിൽ ഫീൽ ചെയ്തത്. അങ്ങനെ സ്റ്റെപ്പ് പടികൾ ഓരോന്നോരായിന്ന് ഇറങ്ങി അവിടെ താഴത്തെത്തുന്ന വരെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ അതിന് താഴത്തെത്തി എന്താണെന്ന് അറിയാൻ വേണ്ടി വീണ്ടും നടക്കുകയാണ്. ഇവിടെ എല്ലാം കരിങ്കല്ല് കൊണ്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. താഴത്തെത്തിയിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഇതൊരു കിണറാണെന്നാണ് എൻ്റെ ഊഹത്തിൽ തോന്നുന്നത്. പക്ഷേ കിണറാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്റ്റെപ്പ് പടി ഇത്രയൊക്കെ വരുമോ? ശേഷം അതിൻ്റെ മുകളിലേക്ക് വന്ന് ഞാൻ കുൽദാര ഗ്രാമത്തിലേക്ക് കയറാൻ പോവാണ്. ഈ നിലത്ത് കൂടെ നടക്കണ മണൽ തന്നെ മരുഭൂമി മണലാണ്. ഇവിടുത്തെ ചുമരുകൾ ഇന്നും നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. 200 വർഷം മുമ്പാണ് ഈ ആളുകളിനെ കാണാണ്ടായത്. ഇത് കെട്ടിയ ശൈലി കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കാലം ജീവിക്കാൻ വേണ്ടി കെട്ടിയതാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവർ ഒരു രാത്രി കൊണ്ട് കാണാണ്ടായത്, അല്ലെങ്കിൽ അതാണ് ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ഇതൊരു വീട്ടിലെ വലിയ ജനൽ ഹാളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പയ്യെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പോയിട്ടാ. അങ്ങനെ ഞാനിപ്പോൾ അവരിൻ്റെ ഒരു മുറിയിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. പൊട്ടിപ്പൊളിഞ്ഞ മുറിയാണ്. ചിലപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ ആളുകൾ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും ആർക്കും അറിയില്ല. ഇന്ന് ഇവിടെ തകരാണ്ട് നിൽക്കുന്നത് ചുമരുകളും അതുപോലെ തന്നെ കുറേ തൂണുകളും ഉണ്ട്. കുൽദാരൻ്റെ മുഴുവൻ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ചുമരിൻ്റെ മേലേക്ക് ഞാൻ പൊത്തിപ്പിടിച്ച് കയറുകയാണ് കേട്ടോ. ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു കല്ല് ഇളകി എന്ന് പറഞ്ഞാൽ ഞാൻ തലയും തല്ലി നിലത്ത് വീഴും. ഇതിൻ്റെ മുകളിൽ കയറി എന്ന് പറഞ്ഞാൽ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അത്രയ്ക്കാണ്. 83ഓളം ഗ്രാമങ്ങളാണ് ഇവിടെയുള്ളത്. അതിലെല്ലാം ആളൊഴിഞ്ഞ് കിടക്കുകയാണ്. ആ ഒരു രാത്രി 83 ഗ്രാമങ്ങളിലുണ്ടായിരുന്ന ആളുകൾ മൊത്തം കാണാണ്ടായി. ഇവിടുത്തെ കഥകൾ പല രീതിയിലാണ് പറയുന്നത്. ഒന്ന്, രാജാവ് വന്നിട്ട് ഇവിടുത്തെ ഒരു ചെറിയ കുട്ടീനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ബ്രാഹ്മൺസ് ആരും സമ്മതിക്കാണ്ട് അതിന് വിസമ്മതിച്ചതോടെ ഇവരെല്ലാവരും നാട് വിട്ടു പോയും ഈ സ്ഥലത്തിനെ ശപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ, ഇവിടുത്തെ രാജാവ് ഇവിടെയുള്ള ആളുകളിനെയൊക്കെ കൊന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടതായിട്ടും പറയുന്നുണ്ട്. ഈ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് എൻ്റെ കാലൊക്കെ തെറ്റിപ്പോകും. കാരണം നിങ്ങൾ നോക്കി, ഇതുപോലെ ഇളകി കിടക്കുന്ന കല്ലിൽ നിന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആ നാട്ടിൽ പണ്ട് ആളുകൾ നടന്ന വഴികളിൽ കൂടെ ഞാനിപ്പോൾ നടക്കുകയാണ്. ഒരുപാട് സ്വപ്നം കണ്ട ആളുകൾ ജീവിച്ച സ്ഥലമാണ് അതൊക്കെ. അതുകൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നതും വീഡിയോ എടുക്കുന്നതും. പിന്നെ ഇവിടെ രാത്രി ആരും താമസിക്കാൻ വരാറില്ല. ഇവിടുത്തെ നാട്ടുകാർ പോലും ഈ വഴിക്ക് രാത്രി വരാറില്ല. ഇവിടെ രാത്രി പ്രേതാനുഭവം ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പലർക്കും മോശം അനുഭവവും അതുപോലെ തന്നെ പലരും മരണപ്പെട്ടതായിട്ടും പറയുന്നുണ്ട്. ഇത് കൂടെ നടക്കുമ്പോൾ തന്നെ മനസ്സിലൊരു എന്തോ ബാഡായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ, ചീത്ത പോലെ തോന്നുന്നുണ്ട്. കാരണം ഒരു കാലത്ത് ഒരുപാട് ആളുകൾ നടന്ന വഴികളാണ്. ഒരുപാട് അമ്മമാരും സ്ത്രീകളും ഏട്ടന്മാരും എല്ലാവരും നടന്ന വഴികൾ, താമസിച്ച വീടുകൾ. ഇപ്പം ഒന്നും ഇവിടെ ആരും ഇല്ല. ഒരേ ഒരു രാത്രി കൊണ്ട് ഇവരിനെ ഒന്ന് കാണാണ്ടായി. ഒറ്റ രാത്രി കൊണ്ട് ഇവർ എങ്ങോട്ട് പോയി? ഇത്രയും വീടുകൾ ഉപേക്ഷിച്ചിട്ട് ഈ 82 ഗ്രാമം 83 ഗ്രാമത്തെ ആളുകൾ മൊത്തം എവിടേക്ക് പോയി എന്നാണ് ചോദിച്ചിരുന്നത്. ഇവിടെ മൊത്തം ഇങ്ങനത്തെ ചെടിയല്ലാണ്ട് വേറെ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. പോരാ തന്നെ ഇവിടെ നിന്ന് വെയിലാറാനിരിക്കാൻ പോലും സ്ഥലമില്ല. ഇതൊക്കെ ഇവിടുത്തെ പൊളിഞ്ഞു പോയ വീടിൻ്റെ ഒരു അവശിഷ്ടങ്ങളാണ്. കണ്ണെത്താ ദൂരം കിടക്കുന്ന ഗ്രാമങ്ങളും അതുപോലെ തന്നെ ഡെസേർട്ട് പോലത്തെയും.
ഗ്രാമത്തിൻ്റെ അറ്റത്ത് ചിലത് കമ്പി വേലിയും കൊണ്ടൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാണെന്നൊന്നും അറിയില്ല. ഗ്രാമം ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയ ഒരേ ഒരു കാര്യമുള്ളൂ, ഇത്രയും വീടുകൾ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന സമയത്ത് ഇവിടെ ഗ്രാമമുഖ്യൻ്റെ വീടിനൊന്നും പറ്റിയിട്ടില്ല. ഇവിടുത്തെ ഗ്രാമമുഖ്യൻ്റെ ടെറസിന് മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വീടിന് മാത്രം ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഒന്നും പറ്റിയിട്ടില്ല കേട്ടാ. ഇത് നോക്ക്, ഇന്നും ടെറസിന് മുകളിൽ കൂടിയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമമുഖ്യൻ്റെ വീടല്ലാണ്ട് വേറെ സ്ഥലം കൂടിയുണ്ട്. ഇത്രയും വീട് പൊളിഞ്ഞിരിക്കുന്ന സമയത്ത് ഇത് ഈ ഒരു അമ്പലവും കൂടെ പൊളിയാണ്ട് നിന്നിട്ടുണ്ട്. ഇവിടെയുള്ള 83 ഗ്രാമങ്ങളും പൊളിഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ ഒരു അമ്പലം മാത്രം ഒന്നും പറ്റാണ്ടിരിക്കുന്നത് കാണുമ്പോഴാണ് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നത്. സത്യം പറഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ. നല്ല വെയിലും രാവിലെ വെള്ളം എടുക്കാത്ത ഏറ്റവും വലിയ പണി. ഇവിടെ കുപ്പിയും വെള്ളമൊന്നും ഇവിടെ കാണാനില്ല. കുറച്ച് അപ്പുറത്ത് പോകണം. നല്ല വെയിൽ കൊണ്ടിട്ട് ക്ഷീണം പോലെ വരുന്നുണ്ട്. കുറച്ച് തണുപ്പത്ത് ഇരിക്കണം, വെള്ളം കുടിക്കണം എന്നുണ്ട്. ഒരുപാട് ക്ലിപ്പുകൾ എടുക്കണം എന്നുണ്ട് എഫർട്ട് ഇട്ടിട്ട്. പക്ഷേ എനിക്ക് വെള്ളം കുടിച്ചിട്ട് എന്തെങ്കിലും എടുക്കാൻ നോക്കാം. തീരെ വയ്യാണ്ടാവുന്നുണ്ട്. നല്ല വെയിലാണ്, മുഖത്തടിക്കുക. രാജസ്ഥാനത്തെ വെയിൽ നിങ്ങൾക്ക് അറിയാലോ. ഒന്നാമത് നല്ല വെയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പാലക്കാടുകാരനാണ്, ഈ വെയിലൊന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ രാവിലെ ഒന്നും കഴിക്കാത്തതും വെള്ളമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ. പാലക്കാട് തീയിൽ കുരുത്തവരാണ്. വെയിലൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പക്ഷേ വെള്ളം കുടിക്കാത്തതുകൊണ്ട്, രാവിലെ നേരെ കുടിക്കാത്തതുകൊണ്ടും ഭയങ്കര ഒരു ക്ഷീണമായി. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് വെള്ളം നല്ലപോലെ കുടിക്കുകയാണ് കേട്ടോ. മൂത്രച്ചൂട് എന്തെങ്കിലും വന്നു എന്ന് പറഞ്ഞാൽ പണി പാളും. ഒന്നാമത് രാവിലെ ഒന്നും കഴിച്ചിട്ടുമില്ല കാര്യമായിട്ട്. ഈ വെള്ളം വയറ്റിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോഴാണ് ഒരു ആശ്വാസമായത്. അങ്ങനെ ഞാൻ റെൻറ്റിനടുത്ത് വണ്ടി എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. രാത്രി ഒരിക്കലും മനുഷ്യരും കൂടി വരാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സത്യം പറഞ്ഞ ഒരു അത്ഭുതം തോന്നിയിട്ടാണ്. കാരണം 2000-ഓളം ആൾക്കാർ 83 ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച്, ഇത്രയും നല്ല ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ. നിങ്ങൾ രാജസ്ഥാനിലെ ജയ്പൂർ വരികയാണെന്ന് പറഞ്ഞാൽ എന്തായാലും കുൽധാര ഒന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ശേഷം ഞാൻ അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഞാനിപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റ് കാണാനായിട്ട് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ബഡാബഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് വന്നത്. രാജസ്ഥാൻ മുഴുവൻ ഇതുപോലെ നല്ല കാഴ്ചകളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരു വീഡിയോ എടുത്തു തരുന്ന സഹായത്തിന് ആരും ഇല്ലാണ്ടാണ് ഞാൻ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടുത്തെ സ്ഥലം കാണാൻ തന്നെ എന്താ ഭംഗിയെന്നറിയാം. ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. കൂടെ ആരും ഇല്ലാതെ ഒരു ചരിത്ര സ്മൃതിയിൽ ദൂരെ കാറ്റാടി യന്ത്രങ്ങളും സൂര്യാസ്തമയും പാടങ്ങളും ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല്. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയ നല്ലൊരു ദിവസമായിരുന്നു ഒന്ന്. ഇന്ന് ഞാനിട്ട വീഡിയോ ഞാൻ കണ്ടുപിടിച്ചത് ഒരുപാട് ന്യൂസ് ചാനലുകളിലും റിപ്പോർട്ടുകളിലും ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. അതിനെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അത്ഭുതപ്പെട്ടു. അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ തേടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന്. ഞാൻ കാണുന്ന സൂര്യാസ്തമയാണത്. രാജസ്ഥാൻ്റെ ഒരു ഭാഗം ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണെന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഇന്നും നിഗൂഢതകളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇന്നത്തെ യാത്ര കഴിഞ്ഞപ്പോൾ റൂമിക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ രാജസ്ഥാനിലെ ജയ്സൽമീർ വരികയാണെന്ന് പറഞ്ഞാൽ കുൽധാര എന്തായാലും കാണാൻ പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. രാത്രി ഇനിയിപ്പോൾ വീഡിയോ കണ്ടിട്ട് രാത്രിയിൽ നിന്നൊന്നും ആരും പോകാൻ നിൽക്കണ്ട, പകൽ തന്നെ പോയാൽ മതി. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നടന്നു. നല്ല തലവേദനയൊക്കെ ഉണ്ട്, നല്ല വെയിൽ കൊണ്ടുണ്ട്. അപ്പോൾ നല്ലൊന്ന് കിടന്നുറങ്ങട്ടെ. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവരിനോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.